കേരളത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ അടുത്ത കാലഘട്ടങ്ങളിൽ നാം അനുഭവിച്ചറിഞ്ഞ ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ, ലാൻഡ്സ്ലൈഡ് ആണ് വയനാട് മേപ്പാടി ചേലോമ്പ്രം മലകളുടെ നിരകളിൽപ്പെട്ട വെള്ളരി മലകളിലും പുഞ്ചിരിമട്ടത്തുമൊക്കെ സംഭവിച്ചത്. വയനാട് പ്ലേറ്റോ തന്നെ, സമതലം തന്നെ മൈസൂർ പ്രദേശത്തിൻ്റെ ഭാഗമായി ഭൂമിശാസ്ത്രപരമായി നിൽക്കുന്ന ഒരു ഭൂപ്രദേശം. താമരശ്ശേരി ചുരം കഴിഞ്ഞാൽ 800 മീറ്റർ ഉയരത്തിൽ നിന്ന് ആരംഭിക്കുന്ന കവാടം മുതൽ 2300ഓളം മീറ്റർ, 6900ഓളം അടി പൊക്കമുള്ള മലനിരകൾ വരെയുള്ള ഭൂപ്രദേശം വയൽനാടെന്നറിയപ്പെട്ടിരുന്നു. നൂൽമഴയുടെ നാട്. ഇടക്കാലത്ത് വലിയ വരൾച്ച വന്നു. ഇപ്പോഴിതാ വല്ലാതെ മഴ സംഹാര താണ്ഡവമാടുന്നു. കേരളത്തിൽ ഏറ്റവും മഴ കിട്ടിയിരുന്നത് ലക്കിടിയിലായിരുന്നു, വയനാടിലെ. എന്നാൽ അത് അവിടെ നിന്ന് മാറി നേര്യമംഗലത്തേക്ക് പോയി എന്നാണ് നാം പഠിക്കുന്നത്. ഇപ്പോഴിതാ ലക്കിടിക്ക് വളരെ അടുത്തുള്ള മേപ്പാടി എന്ന സ്ഥലത്ത് വലിയ മഴ പെയ്തതിൻ്റെ കൂടി ഫലമായി മറ്റ് 10-13 ഘടകങ്ങളുടെ കൂടി യോജിച്ചുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി വലിയ ഉരുൾപൊട്ടലാണ് ഉണ്ടായത്. ഈ ഉരുൾപൊട്ടലിൻ്റെ വിശദാംശങ്ങൾ കാണുന്നതിനും മനസ്സിലാക്കുന്നതിനും യാഥാർത്ഥ്യം തിരിച്ചറിയുന്നതിനും വേണ്ടി വയനാട് പ്രകൃതി സംരക്ഷണ സമിതി ശ്രീ ബാദുഷാജിയും സംഘവും നിശബ്ദമായി നിരവധി വർഷങ്ങളായി പ്രകൃതിക്കും മനുഷ്യനും വേണ്ടി മാനവരാശിയോട് മല്ലടിച്ചുകൊണ്ടിരിക്കുന്ന, വാദിച്ചുകൊണ്ടിരിക്കുന്ന ആ സംഘത്തിൻ്റെയും കുറഞ്ഞ വർഷങ്ങൾക്കുള്ളിൽ വലിയ സാമൂഹ്യ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഗവേഷകനായ, ശാസ്ത്രജ്ഞനായ ശ്രീ വിഷ്ണുദാസിൻ്റെ ഹും എന്ന ജനകീയ ശാസ്ത്ര ഗവേഷണ സ്ഥാപനവും അതിലെ ചുറുചുറുക്കുള്ള പ്രവർത്തകരും അവിടെ ഗവേഷണം നടത്തുന്നവരും മറ്റ് വയനാടിലെ പ്രകൃതി സ്നേഹികളും എല്ലാവരും കൂടി വിളിച്ചത് കൊണ്ടാണ് ഞാൻ വയനാട് സന്ദർശിക്കാൻ തീരുമാനിച്ചത്. 2 ദിവസത്തെ പ്രവർത്തനങ്ങളായിരുന്നു. ഒരു ദിവസം ഫീൽഡിൽ പോയി കാണുക, 2-ാം ദിവസം ഇതിനെ സംബന്ധിച്ചുള്ള ശാസ്ത്ര സെമിനാറിൽ വിഷയം അവതരിപ്പിക്കുക. 1-ാം ദിവസത്തെ ഫീൽഡ് വിസിറ്റിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുൻ അംഗവും ILDMലെ ഫാക്കൽറ്റി ഹെഡുമൊക്കെ ആയിരുന്ന, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഡിവിഷൻ്റെ ഹെഡും ഒക്കെ ആയി പ്രവർത്തിച്ചിരുന്ന ഡോക്ടർ KG താര മാഡം, കുസാറ്റിലെ ഡോക്ടർ അഭിലാഷ് ജി സീനിയർ ശാസ്ത്രജ്ഞനാണ്, കാലാവസ്ഥ മേഖലയിൽ വലിയ സംഭാവനകൾ നൽകുന്ന വ്യക്തിത്വമാണ്. അതുപോലെ തന്നെ ശ്രീ വിഷ്ണുദാസ്, ഹുമിൻ്റെ ഡയറക്ടർ, ശ്രീ ഗോപിനാഥൻ സാർ IAS റിട്ടയർഡ്, ഹുമിൻ്റെ രക്ഷാധികാരിയും ചെയർമാനും, അതുപോലെ മറ്റ് വിവിധ കോളേജുകളിൽ നിന്നും ഗവേഷണ സ്ഥാപനത്തിൽ നിന്നും വന്നിട്ടുള്ള ശാസ്ത്രജ്ഞർ, അധ്യാപകർ എന്നിവരെല്ലാം അടങ്ങുന്ന വലിയൊരു സംഘമാണ് 1-ാം ദിവസം മലനിരകൾ സന്ദർശിച്ചത്. ചൂരൽമല എന്ന തകർന്നുപോയ സ്കൂളിനടുത്തുള്ള നദിയുടെ കരയിൽ നിന്ന് തുടങ്ങി മുണ്ടകൈമലയും പുഞ്ചിരിമട്ടം മലനിരകളും കയറി ക്രൗണിൻ്റെ ഏകദേശം ലാൻഡ്സ്ലൈഡ് ഉണ്ടായ ക്രൗണിൻ്റെ ഏകദേശം അടുത്ത് വരെ പോകുന്നതിനുള്ളൊരു അവസരമുണ്ടായി. അതിനടുത്ത് കൂടെ ഒഴുകുന്ന പുഴ, താഴെ വരുന്ന പുഴ കാണുവാനും പുഴയുടെ വശങ്ങളിൽ വളരെ ഗൗരവമായി മണ്ണെടുത്തും പാറയെടുത്തും വന്നിരിക്കുന്ന സ്ഥലങ്ങൾ കാണുവാൻ അവസരമുണ്ടായി. നമ്മൾ അവിടെ ചെന്നപ്പോൾ ചാറ്റൽ മഴ, ചെറുമഴ, നൂൽമഴയാണ് നമ്മെ വരവേറ്റത്. അതുപോലെ തന്നെ അവിടെ ചില കുടുംബങ്ങൾ അവരുടെ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടു പോയെങ്കിലും ബാക്കിയുള്ളവരുടെ ജീവിച്ചിരിക്കുന്നവർ, മറ്റ് പ്രദേശങ്ങളിലേക്ക് മാറിപ്പോയവർ, അവരുടെ ബന്ധുമിത്രാദികളൊക്കെ ആ പ്രദേശത്ത് വന്ന് കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ തിരയുന്നുണ്ടായിരുന്നു. അവരുടെ പഴയ വീടുകളിൽ എന്തെങ്കിലും വിലപ്പെട്ടത് കിട്ടുന്നുണ്ടോ, രേഖകളൊക്കെ വല്ലതും ഉണ്ടോ എന്നറിയാൻ വേണ്ടി.
അതിൽ ഞങ്ങളെ വളരെയധികം വേദനിപ്പിച്ച ഒരു വിഷയം, ഒരു 2 ക്ലാസ്സിൽ പഠിക്കുന്നൊരു കുഞ്ഞിൻ്റെ ഉമ്മായും ബന്ധുമിത്രാദികളും മരണപ്പെട്ടു. വീടിനടിയിലായി. ഡെഡ് ബോഡി പോലും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ കുഞ്ഞിൻ്റെ ഒരു ചുമന്ന ഫ്രോക്ക് ഇവിടെ നഷ്ടപ്പെട്ടു പോയി ഈ അപകടത്തിൽ. അത് കിട്ടുമോ എന്നറിയാൻ വേണ്ടി കുഞ്ഞ് കിടന്ന് കരയുന്നു. അങ്ങനെ അത് എടുക്കാൻ വേണ്ടി കുഞ്ഞിൻ്റെ ബാക്കിയുള്ള ബന്ധുമിത്രാദികൾ വരുന്ന ഒരു കാഴ്ച. അവർക്ക് ആ ഫ്രോക്ക് കിട്ടി. അതെല്ലാം കണ്ടപ്പോൾ വളരെ ഹൃദയഭേദകമായ കാര്യങ്ങളാണ് നടന്നത്. തീർച്ചയായിട്ടും ആ മലനിരകളിൽ വെള്ളരിമലയുടെ തുടർച്ചയായിട്ടുള്ള ചേലോമ്പ്രം മലനിരകൾ 2500 ഹെക്ടറോളം സ്ഥലം നിലമ്പൂർ കോവിലകത്തിൻ്റേതായിരുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അത് കേരള സർക്കാർ വാങ്ങി. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എന്ന് പറയുമ്പോൾ, കേരള സർക്കാർ എന്ന് പറയുമ്പോൾ 57 ശേഷമല്ലേ എന്ന് ധരിച്ചു കളയരുത്. വർഷങ്ങൾക്ക് മുമ്പെന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ സൂചിപ്പിച്ചത്. അത് വാങ്ങിയ ഇതിനു ശേഷം അതിനു മുമ്പും കൃത്യമായ വർഷം എനിക്കറിയില്ല, എങ്കിലും വളരെ ജൈവവൈവിധ്യമുണ്ടായിരുന്ന ആ മലനിരകളിൽ വ്യത്യസ്ത തോതുകളിൽ നിലകളിൽ വൃക്ഷലതാദികളും പുൽമേടുകളും കുറ്റിച്ചെടികളും ഒക്കെ ഉണ്ടായിരുന്ന ആ വനത്തിൽ ഏലം കൃഷി ആരംഭിച്ചത് മുതൽ അവിടുത്തെ ജൈവവൈവിധ്യത്തെയും ഭൂവിനിയോഗത്തെയും മാറ്റി തീർക്കപ്പെട്ടു. തീർച്ചയായും ജൈവവൈവിധ്യമുള്ള, ആഴത്തിൽ വേരുകളുള്ള, വിവിധ തലങ്ങളിലുള്ള ചെടികളും മിശ്രിത വിളകളും മരങ്ങളുമൊക്കെ മാറ്റി ഏകവിളകളിലേക്ക് പോകുമ്പോൾ അന്ന് മുതൽ ഭൂവിനിയോഗത്തിലും വ്യത്യാസമുണ്ടാകും. ഈ മലനിരകളുടെ ഏറ്റവും ഉയർന്ന ഭാഗത്തിൻ്റെ മറുവശത്ത് നല്ലതുപോലെ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഒക്കെ ഉണ്ടായി മലയുടെ ആകെ ബലം കുറഞ്ഞു നിൽക്കുന്നതായിട്ടാണ് പ്രാദേശികമായി കിട്ടിയ അറിവ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ മലനിരകളുടെ താഴ്വാര പ്രദേശങ്ങളിൽ മറുവശത്തും മലയുടെ വശത്തുമൊക്കെ വ്യാപകമായ തോതിൽ മനുഷ്യ ഇടപെടലുകൾ നടന്നിട്ടുണ്ട്. ഏലം കാടുകളിലെ ചെറിയ അരുവികളിൽ നിന്ന് ട്യൂബിട്ടാണ് താഴേക്ക് വെള്ളമെടുക്കുന്നത്. വേനൽക്കാലങ്ങളിൽ ആ കുഞ്ഞരുവികളുടെ വീതി നീളവുമൊക്കെ കൂട്ടി ചെറിയ തടസ്സങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ അതൊക്കെയാണ് ഉരുൾപൊട്ടലിന് കാരണമെന്ന് പറയാനല്ല ഞാനിത് പറയുന്നത്. 31 ദിവസം തുടർച്ചയായി മഴ പെയ്തു. 2 ദിവസം വലിയ മഴയായിരുന്നു. 28, 29 തീയതികളിൽ വലിയ മഴയായിരുന്നു. ഈ പെയ്ത മഴ 30-ാം തീയതി അർദ്ധരാത്രി അപ്പോഴും മഴയായിരുന്നു. 1 മണിക്കും 1.5 മണിക്കും ഇടയ്ക്ക് ആദ്യ പൊട്ടലുണ്ടായി. ഉരുൾപൊട്ടി. പല വീടുകളിലും വെള്ളം നിറഞ്ഞു. ഒരുപാട് ആളുകൾ മലയുടെ മുകളിലേക്ക് ഓടി, ഒരു വശത്തേക്ക് ഓടി. കുറച്ച് പേർ താഴേക്ക് ഓടിയവരുടെ പുറത്തു കൂടിയാണ് മണ്ണും വെള്ളവും പാറയും ഉരുളും എല്ലാം പോയത്. അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു. താഴ്വരകളിൽ പ്രദേശങ്ങളിൽ ശാസ്ത്രീയമായും അശാസ്ത്രീയമായും ഒക്കെ നിരവധി വീടുകൾ വച്ചിട്ടുണ്ടായിരുന്നു. വച്ചവരെ നമുക്കൊരിക്കലും കുറ്റപ്പെടുത്താനാകില്ല. കാരണം അവർക്ക് അങ്ങനെ ഒരു ശാസ്ത്രീയമായ അറിവും വിവരവും കിട്ടിക്കൊള്ളണമെന്നില്ല. 1820കളിലാണ് കേരളത്തിൽ നിന്ന് വ്യാപകമായി കുടിയേറ്റം പ്രോത്സാഹിപ്പിച്ചത്. പട്ടം താണുപിള്ളയുടെ ഭരണകാലയളവിലും ധാരാളം പേർ കേരളത്തിൽ നിന്ന് പട്ടിണിയും ദാരിദ്ര്യവും കാരണം മലനിരകളിലേക്ക് കുടിയേറി. അത് വയനാട് മാത്രമല്ല, കണ്ണൂരിലും വയനാട്ടിലും കാസർഗോഡും നിലമ്പൂരും തുടങ്ങി മലനിരകളായ ഇടുക്കിയിലുമൊക്കെ മലനിരകളിലേക്കെല്ലാം കുടിയേറ്റമുണ്ടാകുന്നത് ആ കാലഘട്ടത്തിലാണ്. 2ാം ലോക മഹായുദ്ധമാകുമ്പോൾ ദാരിദ്ര്യവും പട്ടിണിയുടെ മൂർധന്യത കൂടി വീണ്ടും നിരവധി ആളുകൾ മലകളിലേക്ക് കയറുകയുണ്ടായി. അവരാരും മലയിടിച്ച് കുന്നിടിച്ച് വ്യാപകമായി പരിസ്ഥിതി നാശമുണ്ടാക്കി നാളുകളിൽ വരുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിനും ആഗോളതാപനത്തിനും മലയൊരുക്കി വച്ച് അപകടം വിളിച്ചു വരുത്തുക എന്ന രീതിയിലേ അല്ല കാര്യങ്ങൾ കണ്ടത്. അതുകൊണ്ട് തന്നെ അങ്ങനെ അവരെ ബ്ലെയിം ചെയ്യുന്നതും ശരിയല്ല. അവരെല്ലാം കർഷകരാണ്. മണ്ണിനോട് മല്ലടിച്ച് വയനാടിലെ മലനിരകളോട്, വന്യമൃഗങ്ങളോട്, കാലാവസ്ഥയോട് എതിരിട്ട് തന്നെ മല്ലടിച്ച് തന്നെ സ്നേഹിച്ചും അറിഞ്ഞും അറിയിച്ചും വയനാടിലെ അമ്പും വില്ലും എന്നൊക്കെ പറയുന്നത് വളരെ പ്രസിദ്ധമാണ്.
അങ്ങനെ കാടുകളിൻ്റെ ഓരങ്ങളിൽ അവർ ജീവിതം ആരംഭിച്ചു. പല മലനിരകളുടെയും താഴ്വരകൾ അവർ കൃഷിഭൂമിയാക്കി മാറ്റി. വലിയ കുടിയേറ്റമാണ് ഉണ്ടായതെന്ന് പറയാനാകില്ല, എങ്കിലും അത് കർഷകരുടേതായിരുന്നു. എന്നാൽ കർഷകരുടെ കുടിയേറ്റത്തോടൊപ്പം ആ പ്രദേശത്തിൻ്റെ ക്യാരിയിങ് കപ്പാസിറ്റിക്കും അപ്പുറം കുറേ കയ്യേറ്റക്കാരുമുണ്ടായി. പാറമടയുടെ രൂപത്തിൽ, റിസോർട്ടുകളുടെ രൂപത്തിൽ, മറ്റ് നിർമ്മിതികളുടെ രൂപത്തിൽ ഒക്കെ വന്നു. ഞാൻ പാറമട വിരുദ്ധനല്ല. പാറ നമുക്ക് ആവശ്യമുണ്ട്, വളരെ അത്യാവശ്യമുള്ളൊരു നിർമ്മാണ വസ്തു തന്നെയാണ്. പക്ഷേ എവിടെ എടുക്കാം, എങ്ങനെ എടുക്കാം, എത്ര തോതിലെടുക്കാം, എത്ര അശാസ്ത്രീയമായും ശാസ്ത്രീയമായും ചെയ്യാം എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കൊരു നീതിബോധവുമില്ല എന്നുള്ളതാണ് മലയാളി നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. അല്ലാതെ മുഴുവൻ പാറമടകളും അടച്ചിടണം എന്നുള്ള അഭിപ്രായമുള്ള ആളല്ല ഞാൻ. അതുപോലെ തന്നെ റിസോർട്ടുകളും കെട്ടിടങ്ങളും ഒക്കെ ആവശ്യമുണ്ട് നമുക്ക്. ഏഷ്യയിലെയും ഇന്ത്യയിലെയും ഒക്കെ സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെട്ടിരുന്ന സായിപ്പന്മാരുടെയും മദാമ്മമാരുടെയും ഒക്കെ വിദേശത്തുള്ളവരുടെയും സ്വദേശത്തുള്ളവരുടെയും ടൂറിസത്തിൻ്റെ പറുദീസ കൂടിയായിരുന്നു വയനാട്. വയൽനാട് മനോഹരമായ ഭൂപ്രദേശമുള്ള, നല്ല തണുപ്പുള്ള, എല്ലാ ദിവസവും കോടമഞ്ഞിറങ്ങുന്ന, നൂൽമഴയുള്ള പ്രകൃതിയുടെ സ്വന്തം നാട്. അതെങ്ങനെ ഇങ്ങനെയായി? കേവലം കുറേ മനുഷ്യരുടെ പ്രവൃത്തികൾ കൊണ്ട് മാത്രമല്ല. ആഗോളതാപനത്തിൻ്റെ പങ്കുണ്ട്, കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ പങ്കുണ്ട്, ഇങ്ങകലെ കിടക്കുന്ന കടലിൻ്റെ ചൂടിൻ്റെ പങ്കുണ്ട്, മലനിരകളിലെ ഭൂവിനിയോഗം മാറിയതിൻ്റെ കഥയുണ്ട്. അവിടുത്തെ ചരിഞ്ഞ ഭൂപ്രദേശം നിലനിൽക്കുന്നത് ഉയർന്ന ഭൂപ്രദേശങ്ങളുടെയും താഴ്ന്ന ഭൂപ്രദേശങ്ങളുടെയും പരസ്പരാശ്രിതത്വത്തിലാണ്. മലകൾ നിലനിൽക്കുന്നത് താഴേക്കുള്ള ഭൂപ്രദേശങ്ങളുടെ ഭൂഗുരുത്വാകർഷണ ബലത്തിലും പരസ്പര ബന്ധമായി കിടക്കുന്നതാണ്. അങ്ങനെ കിടക്കുന്ന മലനിരകളുടെ ഏറ്റവും താഴ്വര പ്രദേശത്ത് ഇൻ്റർവെൻഷൻ നടക്കുമ്പോൾ സ്വാഭാവികമായി മലയുടെ ചരിവ് പ്രദേശങ്ങളുടെ ഭൂഗർഭജല വിധാനത്തിൽ വ്യത്യാസമുണ്ടാകും. പുതിയ അക്വിഫറുകൾ, ജലസ്തരങ്ങൾ, നീരട്ടികൾ രൂപപ്പെടും. ജലസമ്മർദ്ദമുണ്ടാകും. മലനിരകളിൽ പെയ്തു വീഴുന്ന മഴയ്ക്ക് താഴേക്ക് പോകാനുള്ള നീരുറവകൾ അടയ്ക്കപ്പെട്ടാൽ, അത് സ്വാഭാവികമായാലും കൃത്രിമമായാലും അടയ്ക്കപ്പെട്ടാൽ തീർച്ചയായും ആ വെള്ളത്തിന് ഒഴുകിപ്പോകാൻ കഴിയില്ല. അത് ശേഖരിക്കപ്പെട്ടാൽ വീണ്ടും വരുന്ന മഴ കൂടിയായാൽ അത് ഇരട്ടി പ്രഹരത്തോടു കൂടിയായിരിക്കും താഴേക്ക് പോകുന്നത്. ആ മലനിരകളുടെ മണ്ണിൻ്റെ സ്വഭാവം, ചില പ്രദേശങ്ങളിൽ മേൽമണ്ണ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ പാറകൾ എക്സ്പോസ് ചെയ്ത് നിൽക്കുന്നു, പുറത്തേക്ക് തള്ളി നിൽക്കുന്നു. അതിനിടയിൽ നല്ല വിടവുകളുണ്ട്, ലീനിയൻമെൻറ്റ് കാണാം. അതുപോലെ തന്നെ ചില പ്രദേശങ്ങളിൽ നല്ല മണ്ണാണുള്ളത്, ആഴത്തിൽ മണ്ണുണ്ട്. അതും അപകടകരമാണ്. പാറയുടെയൊക്കെ വശങ്ങളിൽ ആഴത്തിൽ മണ്ണുള്ളത്. ചെടികളൊക്കെ നടാമെങ്കിലും മരങ്ങൾ നടാമെങ്കിലും അതിൽ ധാരാളം വെള്ളം ശേഖരിച്ച് വെക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അധിക മഴയെ അത് ശേഖരിച്ച് വെക്കുകയും അനുകൂല സാഹചര്യം വന്നാൽ അത് റിലീസ് ചെയ്യുകയും ചെയ്യുന്നത് മലനിരകളുടെ മണ്ണിൻ്റെ ഒരു സ്വഭാവമാണ്. നാം ഒരു കാര്യം മനസ്സിലാക്കുക, ഓറോഗ്രാഫിക് റെയിൻഫാൾ കിട്ടുന്ന പ്രദേശം കൂടിയാണ് കേരളം. കടലിലെ വെള്ളം നീരാവിയെ മേൽപോട്ട് പോയി മേഘങ്ങളാൽ തടയപ്പെട്ടത് സഞ്ചരിക്കുമ്പോൾ ആ മലനിരകൾ അങ്ങനെ വരുന്ന നീരാവിയാകുന്ന വെള്ളത്തെ വലിച്ച് ഓറോഗ്രാഫിക് എഫക്റ്റിൽ വലിച്ച് മുകളിലോട്ട് കയറ്റി അതേ മലനിരകളിൽ തന്നെ മഴ പെയ്യിക്കുന്ന രീതിയും കാണാവുന്നതാണ്. അങ്ങനെ മഴ പെയ്യിക്കുമ്പോൾ ശക്തമായ മഴ വന്നാൽ അതിനെ ഉൾക്കൊള്ളുവാനുള്ളൊരു ക്യാരിയിങ് കപ്പാസിറ്റി അവിടുത്തെ ഉപരിതല ഭൂജല വിധാനങ്ങൾക്കില്ലെങ്കിൽ, സുഗമമായ നീരൊഴുക്കിന് തടസ്സം നേരിട്ടാൽ, ഭൂഗർഭത്തിലേക്ക് ഒരുപാട് ശേഖരിച്ച് ഇരിക്കുന്ന സാഹചര്യമുണ്ടായാൽ, ഭൂഗർഭത്തിലേക്ക് വെള്ളം പോകുമ്പോൾ ഭൂഗർഭത്തിലുള്ള നേരത്തെ ശേഖരിക്കപ്പെട്ട വെള്ളം അക്വിഫർ പ്രദേശങ്ങളിൽ നിറയുകയും അധിക ജലം പോകാൻ സാഹചര്യമില്ലാതെ വരികയും ചെയ്താൽ ഇവ പരസ്പരം തീർച്ചയായും സമ്മർദ്ദം കൊടുക്കും. കടലിലെ വെള്ളം നീരാവിയാകുന്നത് മാത്രമല്ല നമുക്ക് മഴയായി ലഭിക്കുന്നത്. ഇലകളിൽ വീഴുന്ന മഴയുടെ 10% ഇവാപ്പോ ട്രാൻസ്പിറേഷൻ വഴി, സ്വേദനം വഴി പുറത്തേക്ക് പോകുന്നുണ്ട്, മേഘങ്ങളിലേക്ക് പോകുന്നുണ്ട്, അന്തരീക്ഷത്തിലേക്ക് പോകുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു വലിയ ശതമാനം മണ്ണിൽ നിന്ന് ബാഷ്പീകരണത്തിലൂടെ പോകുന്നുണ്ട്. കായലുകളിൽ, കുളങ്ങളിൽ, കിണറുകളിൽ നിന്നൊക്കെ വെള്ളം പല രൂപത്തിൽ മുകളിലേക്ക് പോകുന്നുണ്ട്.
അപ്പോൾ തീർച്ചയായിട്ടും സൂര്യപ്രകാശവും ചൂടും അടിക്കുന്ന ഏത് പ്രദേശത്തു നിന്നും വെള്ളം ആവിയായും നീരാവിയായും മോൾപോട്ട് പോകും. ഇവയെല്ലാം കൂടെ ചേരുന്നൊരു ജലവ്യവസ്ഥയാണ് ഉരുൾപൊട്ടലിനെ ഏറ്റവും കൂടുതൽ ശക്തിപ്പെടുത്തുന്നത്. ഭൂമിയുടെ ചരിവ്, പൊക്കം, മണ്ണിൻ്റെ ആഴം, മണ്ണിൽ മഴവെള്ളം കിനിഞ്ഞിറങ്ങുവാനുള്ള സമയം, അതിൻ്റെ കഴിവ്, മണ്ണിൻ്റെ തരം, പാറയുടെ ഘടന, പാറയുടെ ആഴം, വെജിറ്റേഷൻ, ഭൂവിനിയോഗം, ലാൻഡ് കവർ അല്ലെങ്കിൽ ഭൂമിയുടെ മോൾഭാഗം, മേൽപ്പരപ്പ് എന്തുകൊണ്ടാണ് കവർ ചെയ്തിരിക്കുന്നത് തുടങ്ങി 10-13 കാര്യങ്ങൾ കൊണ്ടിട്ടാണ് ഓരോ പ്രദേശത്തെയും ലാൻഡ് സ്ലൈഡ് അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ ഗൗരവതരമായി മാറുന്നത്. പുഞ്ചിരിമട്ടം മലനിരകളിലും ഉണ്ടക്കയിലും അതുപോലുള്ള പ്രദേശങ്ങളിലും തീർച്ചയായും നിരവധി വർഷങ്ങളുടെ പ്രകൃതിയുടെയും മനുഷ്യൻ്റെയും പാരസ്പര്യത്തിലുള്ള ഇടപെടലുകളുടെ പങ്കുണ്ട്. അതിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ അവിടുത്തെ കർഷകരുടെ പങ്ക് തുലോം കുറവായിരിക്കും. പക്ഷെ അതേസമയം മറ്റു തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ നിരന്ന പ്രദേശങ്ങളിൽ റോഡ് വെട്ടുന്നത് പോലെ റോഡ് വെട്ടുകയോ റോഡിന് കട്ടിങ് ഉണ്ടാക്കുകയോ ചെറിയ പാലങ്ങൾ ഉണ്ടാക്കി വയ്ക്കുകയോ സമാന്തരമായ പാലങ്ങൾ ഉണ്ടാക്കാതിരിക്കുകയോ മലനിരകളിൽ വലിയ മണ്ണെടുത്ത് നിരപ്പാക്കി കെട്ടിടങ്ങൾ വയ്ക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായും ആ മണ്ണിനും വെള്ളത്തിനും ആ പരിസ്ഥിതിക്കും ഒരു ദൗർബല്യം ഉണ്ടാകാൻ സാധ്യതയുണ്ടല്ലോ. അത്തരം പ്രദേശങ്ങളിൽ വീട് വെക്കുമ്പോൾ നമുക്ക് പുതിയ രീതികൾ ആവശ്യമുണ്ട്. ഉപയോഗിക്കുന്ന മെറ്റീരിയലുകളിൽ വ്യത്യസ്തത ആവശ്യമുണ്ട്. റോഡ് നിർമ്മിക്കുമ്പോൾ റോഡിൻ്റെ വശങ്ങൾ വിവിധ രൂപത്തിൽ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. നദികളുടെ കുറുകെ പാലം കെട്ടുമ്പോൾ സമാന്തരമായ നിരവധി പാലങ്ങൾ രൂപപ്പെടുത്തേണ്ടതുണ്ട്. അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ ആ പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾക്കനുസരിച്ച് ചെയ്തു വെക്കേണ്ടതുണ്ട്. നിർഭാഗ്യവശാൽ ഇത്തരം കാര്യങ്ങളൊന്നും അവിടെ കാണാൻ കഴിഞ്ഞില്ല. വലിയ മലനിരകളിലെ മണ്ണും പാറയും ധാരാളമായി താഴേക്ക് വരികയും അതൊരു ഗ്രാമത്തെ 3 വാർഡുകളെ അശേഷം ഇല്ലാതാക്കി കളയുകയും ചെയ്യുന്നത് കാണുവാൻ കഴിഞ്ഞു. ഏറ്റവും താഴെയുള്ള ചൂരൽമല പ്രദേശത്തെ ടൗണിലെ കടകൾ അങ്ങനെ നിൽക്കുമ്പോൾ തൊട്ട് പുറകിലുള്ള വീടുകൾ, തൊട്ട് പുറകിലുള്ള കടകൾ, സ്ഥാപനങ്ങളെല്ലാം മണ്ണെടുത്തു പോയി, ഉരുളെടുത്തു പോയി. താരതമ്യേന താഴ്ന്ന പ്രദേശമാണ്, എന്നിട്ടും അതെടുത്തു. വെള്ളം കയറി. മലനിരകളുടെ താഴ്വാരങ്ങളിൽ നോക്കുമ്പോൾ ധാരാളമായി അശാസ്ത്രീയമായി ഇപ്പോഴും ചില വീടുകൾ അവിടെ നിൽപ്പുണ്ട്. ആ വീടുകൾ അവർ അറിഞ്ഞുകൊണ്ട് അശാസ്ത്രീയമായി വച്ചതല്ല. നമ്മുടെ ഭൂപരിഷ്കരണത്തിൻ്റെയും ഭൂമിയുടെ ലഭ്യതയും എന്തിനേറെ പറയുന്നു, ആ മലനിരകളുടെ വയനാടൻ പ്രദേശങ്ങളുടെ റിയൽ എസ്റ്റേറ്റുകളുടെയും അതുപോലെ തന്നെ ഹാരിസൺ എസ്റ്റേറ്റുകൾ, അതുപോലെ തന്നെ മറ്റ് ബോച്ചോ പോലുള്ള മുതലാളിമാർക്കും ഒക്കെ ധാരാളം എസ്റ്റേറ്റുകളുണ്ട്. അവയെല്ലാം താരതമ്യേന സുരക്ഷിതമായ സ്ഥലങ്ങളിലാണ് ഇരിക്കുന്നത്. അത് പാട്ടത്തിൻ്റെ രൂപത്തിലും വില കൊടുത്തുമൊക്കെ വാങ്ങിയതായിരിക്കാം. അതെല്ലാം കുഴപ്പമാണെന്നോ അബദ്ധമാണെന്നോ ഞാൻ ഇതിലൂടെ പറയാൻ ശ്രമിക്കുന്നില്ല. പക്ഷേ താരതമ്യേന സുരക്ഷിതമായ സ്ഥലങ്ങൾ, വിശാലമായ സ്ഥലങ്ങൾ അങ്ങനെയും ഉണ്ട് അവിടെ എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ എസ്റ്റേറ്റുകളിലായാലും താരതമ്യേന സുരക്ഷിതമായ സ്ഥലങ്ങളിലാണ് പ്രധാനപ്പെട്ട ആളുകളുമെല്ലാം താമസിക്കുന്നത്. ലയങ്ങളിൽ താമസിക്കുന്നവർ ഏറ്റവും അരക്ഷിതമായ താഴ്വാരങ്ങളിലാണ് താമസിക്കുന്നത്. എങ്കിൽ പോലും അതിൽ കുറച്ച് സുരക്ഷിതത്വമുള്ള സ്ഥലങ്ങളിലേക്ക് കുറച്ച് ഹൈറ്റുള്ള സ്ഥലങ്ങളിലേക്ക് അവർ മാറിയിട്ടുണ്ട്, അവരുടെ ലയങ്ങൾ. അതുകൊണ്ട് കുറേ ലയങ്ങൾ അവിടെ കാണാനുമുണ്ട്, പൊട്ടിപ്പോകാതെ. എന്നാൽ പുതിയതായി വന്ന വീടുകൾ പലപ്പോഴും വളരെ അശാസ്ത്രീയമായ സ്ഥലത്താണ്, ചരിവ് പ്രദേശങ്ങളിലൊക്കെയാണ് വച്ചിരിക്കുന്നത്. അത് അവരുടെ കുറ്റമല്ല, അവിടെയേ സ്ഥലം ലഭിച്ച് കാണുകയുള്ളൂ. കുറഞ്ഞ വിലയ്ക്ക്, നാമമാത്രമായ തുകയ്ക്ക് കർഷകർക്കും പാവപ്പെട്ട ആളുകൾക്കും വീട് വെക്കണമെങ്കിൽ കിട്ടുന്നിടത്ത് വെക്കാനല്ലേ കഴിയുകയുള്ളൂ. അവർ ഭൂമിയുടെ ചരിവും മണ്ണിൻ്റെ ആഴവും വെള്ളത്തിൻ്റെ സ്ഥിതിയും ഇതെല്ലാം നോക്കി വളരെ ശാസ്ത്രീയമായി വീട് വെക്കാനൊന്നുമുള്ള സാമ്പത്തികമോ അറിവോ അവർക്കുണ്ടായിക്കൊള്ളണമെന്ന് നിർബന്ധമില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെയുള്ളവരെ കുറ്റപ്പെടുത്തുകയോ ബ്ലെയിം ചെയ്യുകയോ ചെയ്യുന്നതിൽ യാതൊരു അടിത്തറയുമില്ല. അതുപോലെ തന്നെ അവിടുത്തെ ഭൂവിനിയോഗത്തിൽ വന്നിട്ടുള്ള മാറ്റം, ബഹുവിളകളിൽ നിന്ന് മിശ്രിത വിളകളിൽ നിന്ന് ഏകവിളകളിലേക്ക് ആ മലകൾ പോയിട്ടുണ്ട്. അതവിടെ മാത്രമല്ല, കേരളത്തിലാകെ
ധാരാളമായി ഇത്തരത്തിൽ ബഹുവിളകളിൽ നിന്ന് മിശ്രിത വിളകളിൽ നിന്ന് ഏക വിളകളിലേക്ക് പോയിട്ടുണ്ട്. 20 ഡിഗ്രി അല്ലെങ്കിൽ 22 ഡിഗ്രി ചരിവിന് മുകളിൽ ഒരു സാഹചര്യത്തിലും മണ്ണിളക്കമുള്ള കൃഷികൾ ചെയ്യുവാൻ പാടില്ല എന്ന് ശാസ്ത്രം നമ്മോട് പറയുമ്പോൾ വലിയ രൂപത്തിൽ നമ്മുടെ മലനിരകളിൽ അത്തരം കൃഷികൾ കാണാവുന്നതാണ്. 20 ഡിഗ്രി ചരിവിന് മുകളിൽ കെട്ടിടങ്ങൾ വെക്കുമ്പോൾ, റോഡ് നിർമ്മിക്കുമ്പോൾ, റോഡിൻ്റെ കട്ടിങ്സുകൾ ചെയ്യുമ്പോഴൊക്കെ വലിയ സുരക്ഷിതത്വ ഭീഷണിയാണ് മുന്നിലുള്ളത്. തീർച്ചയായും വയനാട് ഒരുപാട് പാഠങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. ടൂറിസം എന്നാൽ വലിയ കെട്ടിടങ്ങളും AC റൂമുകളും ഒന്നുമല്ല. ചൂടുകാലത്താണ് കൂടുതലും മലനിരകളിലേക്ക് ആളുകൾ പോകുന്നത്. ഊട്ടിയിലും കൊടൈക്കനാലിലും നീലഗിരി കുന്നുകളിലും നാട്ടിൽ ചൂട് കൂടുമ്പോഴാണ് ആളുകൾ പോകുന്നത്. അങ്ങനെയാണ് സായിപ്പിൻ്റെ കാലത്ത് നാട്ടിൽ ചൂട് കൂടുന്ന മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ താമസിക്കുന്നതിന് തന്നെയാണ് ഹിൽ സ്റ്റേഷനുകൾ അവർ ഡെവലപ്പ് ചെയ്തത്. അവിടെ വൻകിട കെട്ടിടങ്ങളിൽ AC റൂമുകളിൽ താമസിക്കാനല്ല ഒരു ഗസ്റ്റും പോകുന്നത്. അവർ അവിടുത്തെ നാടറിയാൻ, അവിടുത്തെ മഴ കാണാൻ, അവിടുത്തെ കോടമഞ്ഞിൽ ഇറങ്ങി നടക്കാൻ, അതിൽ ഫോട്ടോ എടുക്കാൻ, അവിടുത്തെ സായം സന്ധ്യയിലെ സൂര്യനെ കാണാൻ, അവിടുത്തെ മലനാടിൻ്റെ ഗന്ധമറിയാൻ, അവിടുത്തെ കൃഷി അറിയാൻ, ഭക്ഷണം അറിയാൻ, ആദിവാസികളുടെ കലാരൂപങ്ങൾ അറിയാൻ, നാടൻ രീതികൾ അറിയാൻ ഒക്കെയാണ് അവിടെ ജനങ്ങൾ വരുന്നത്. തീർച്ചയായും അവിടുത്തെ കർഷകരെയും അവിടുത്തെ ജനങ്ങളെയും ഒക്കെ കാണുവാനും പഠിക്കുവാനും ഒക്കെ തന്നെയാണ്. അതാണ് അതിൻ്റെ സൗന്ദര്യം. അല്ലാതെ വൻകിട കെട്ടിടങ്ങളോ വൻപിച്ച റോഡുകളോ ഒന്നുമല്ല അതിൻ്റെ രീതി. എന്നാൽ കെട്ടിടങ്ങൾ വേണ്ടെന്നോ റോഡ് പണിയണ്ടെന്നോ പാതകൾ ആവശ്യമില്ലെന്നോ എന്നുള്ള അഭിപ്രായക്കാരനല്ല ഞാൻ. പക്ഷേ ഭൂമിയെ കൂടി പരിഗണിച്ചുകൊണ്ട്, പ്രകൃതിയെ കൂടി മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ജീവിതശൈലി ഇല്ലാതെ വരുമ്പോൾ നമുക്ക് വലിയ ജീവനുകൾ വിലകയായി കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യം. അത് നമുക്ക് വികസനത്തിൻ്റെ മറ്റൊരു അധ്യായത്തിൽ ചർച്ച ചെയ്യാം. എന്തായാലും പുഞ്ചിരിമട്ടം മലനിരകളിലെ വെള്ളരിമലയിലെ ഉരുൾപൊട്ടലുണ്ടായത് കേവലം മഴ മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടുത്തെ ജലവ്യവസ്ഥയിൽ ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ ഉണ്ടായ മാറ്റം, അവിടുത്തെ ഭൂമിനിയോഗത്തിലുണ്ടായ വ്യത്യാസം, അതിൽ പ്രകൃതി ഉണ്ടാക്കിയ വ്യത്യാസങ്ങൾ, മനുഷ്യരുടെ ഇടപെടലുകൾ, നിർമ്മാണ പ്രവർത്തികൾക്കുള്ള പങ്ക്, ഇതെല്ലാം കൂടി ചേരുന്ന ഒരു ആകത്തുകയാണ് അവിടെ നടന്നിട്ടുള്ള ഉരുൾപൊട്ടൽ. അത് അവിടത്തേക്ക് മാത്രമുള്ളൊരു പാഠമല്ല, കേരളത്തിലാകെയുള്ള പശ്ചിമഘട്ട മലനിരകൾക്കാകെയുള്ള പാഠമാണ് എന്ന് നാം തിരുത്തി വായിക്കണം. ഒന്നാം ദിവസത്തെ ഫീൽഡ് വർക്ക് കഴിഞ്ഞ് രണ്ടാം ദിവസം സംസ്ഥാനത്തെ വിവിധ പരിസ്ഥിതി ആക്ടിവിസ്റ്റുകൾ, സാമൂഹ്യ പ്രവർത്തകർ, ഗവേഷകർ, ശാസ്ത്രജ്ഞന്മാർ തുടങ്ങിയ 500-ലധികം പേർ സ്വാമിനാഥൻ ഫൗണ്ടേഷൻ്റെ വയനാടിലുള്ള കോൺഫറൻസ് ഹാളിൽ രാവിലെ 9:30 മണിക്ക് രജിസ്ട്രേഷൻ തുടങ്ങി 9:30 മണി മുതൽ വൈകുന്നേരം 6:30 മണി വരെ വളരെ ഗൗരവമായ വിഷയ അവതരണങ്ങളും ചർച്ചകളും നടന്നു. സംസ്ഥാനത്തെ മുൻ ചീഫ് സെക്രട്ടറി ശ്രീ SM വിജയാനന്ദ IAS അവർ, അദ്ദേഹം വിവിധ ഘട്ടങ്ങളിൽ അധികാര വികേന്ദ്രീകരണത്തിന് വേണ്ടിയും പരിസ്ഥിതി സംരക്ഷണത്തിനും പ്രത്യേകിച്ച് നിർത്തലാധിഷ്ഠിത വികസനത്തിനും വേണ്ടി ധാരാളം പ്രവർത്തനങ്ങളും ലീഡർഷിപ്പൊക്കെ എടുത്തിട്ടുള്ള ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ പൂർണ്ണസമയ പങ്കാളിത്തം സെമിനാറിന് പുതിയൊരു ദിശയാണ് നൽകിയത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഫാക്കൽറ്റികൾ, വ്യത്യസ്ത സ്ഥാപനങ്ങളിൽ നിന്ന് വന്നവർ, അവരവരുടെ അനുഭവങ്ങളും ശാസ്ത്രീയ കാഴ്ചപ്പാടുകളും സെമിനാറിൽ പങ്കുവച്ചു. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ എത്തിയത് കൊണ്ട് 6:30 മണിക്ക് ശേഷം പലർക്കും ട്രെയിനിൽ കോഴിക്കോട് നിന്ന് പോകണമെന്നുള്ളത് കൊണ്ടാണ് ചർച്ചകൾ 6:30 മണി വരെ കൊണ്ടുപോകാൻ കഴിഞ്ഞുള്ളൂ. വലിയ ആശങ്കയാണ്, വലിയ സന്ദേശമാണ് ആ സെമിനാറിൽ നിന്ന് ഉയർന്നത്. എങ്ങനെയാണ് 10 ലക്ഷം വരുന്ന 10.5 ലക്ഷം വരുന്ന കുടുംബങ്ങളെ, വയനാടിലെ കുടുംബങ്ങളെ ഏറ്റവും സുരക്ഷിതമായ രീതിയിൽ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് താമസിപ്പിക്കുക, അരക്ഷിതമായ പ്രകൃതി ലോലമായ പ്രകൃതിയുടെ സംഹാര താണ്ഡവമാടാൻ സാധ്യതയുള്ള, മഴ ഒരുപാട് വരുന്നാൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കാൻ കഴിയുന്ന കുറിച്യമലയിലും ബ്രഹ്മഗിരി കുന്നുകളിലും ബാണാസുര സാഗർ ഡാമിൻ്റെ അടുത്തുള്ള മലകളിലും അതുപോലെ ഓരോ പ്രദേശങ്ങളിലും അവിടെയുള്ള ഓരോ മലനിര പ്രദേശങ്ങളിലും താമസിക്കുന്ന ആയിരങ്ങളുടെ ജീവൻ ഇനിയെങ്കിലും യാതൊരു ഭീഷണിയുമില്ലാതെ എങ്ങനെ ഘട്ടം ഘട്ടമായി സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാം. ഒരുപാട് നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ അറിഞ്ഞുകൊണ്ട് തന്നെ നമുക്കവിടെ ജീവിക്കണം. തീർച്ചയായും
വയനാടിൻ്റെ ഉയരം, ഓരോ പ്രദേശങ്ങളുടെയും ഉയരം, മലകളുടെ സവിശേഷതകൾ, ചരിവിൻ്റെ പ്രാധാന്യം, അവിടെ ചെയ്യാൻ കഴിയുന്ന കൃഷിരീതികളുടെ കാര്യങ്ങൾ, ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ടൂറിസം വളരെ ഗൗരവമായി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. നാട്ടിലെല്ലായിടത്തും നടക്കുന്ന പോലുള്ള ടൂറിസം കാണാനല്ല അവിടെ ജനങ്ങൾ വരുന്നത്. അവർ ദിവസങ്ങളോളം AC റൂമിൽ താമസിക്കാനോ വലിയ വാഹനത്തിൽ സഞ്ചരിക്കുവാനോ അല്ല വരുന്നത്. തീർച്ചയായും അതുകൊണ്ട് ടൂറിസത്തിൻ്റെ പുതിയ സാധ്യതകൾ തേടുമ്പോൾ കുറേ കൂടി പരിസ്ഥിതി സൗഹൃദമായ, പ്രകൃതി സൗഹൃദമായ, ഉത്തരവാദിത്വ ടൂറിസത്തിലേക്ക് നമുക്ക് എങ്ങനെ മാറാൻ കഴിയും? ഇത്രമാത്രം വാഹനങ്ങൾ ആ ഒരു ചെറിയ പ്ലേറ്റോയിൽ, ഒരു സമതല പ്രദേശത്ത് കൂടി പോകുമ്പോൾ ഉണ്ടാക്കുന്ന സമ്മർദ്ദം കുറയ്ക്കുവാൻ നമുക്ക് മോണോ റെയിലുകളും ഒരു പരിധിവരെ ചില ഹെലികോപ്റ്റർ പാഡുകളും വിമാനത്താവളങ്ങളും പൊതു ഗതാഗത സംവിധാനങ്ങളുമൊക്കെ എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാം? അതുപോലെ തന്നെ ചരക്ക് വാഹനങ്ങൾ, നൂറുകണക്കിന് ചരക്ക് വാഹനങ്ങളാണ് ആ മലനിരകളിലൂടെ പോകുന്നത്. അവയുണ്ടാക്കുന്ന പ്രകമ്പനങ്ങളും പ്രശ്നങ്ങളും എത്രയാണ് നാം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ അതിനുള്ള ആൾട്ടർനേറ്റീവ് മെത്തേഡ് എന്താണ്, പരിഹാരമാർഗം എന്താണ്, ബദൽ രീതി എന്താണ്, അത് നമ്മൾ ഗൗരവമായി ചർച്ച ചെയ്യപ്പെടണം. അതുപോലെ തന്നെ പാറമടകൾ, ഈ ഉരുൾപൊട്ടലുണ്ടായതിൻ്റെ സമീപത്തും പാറമടകളുണ്ട്. ഉപേക്ഷിക്കപ്പെട്ടതാണ് എന്ന് മാത്രമേ ഉള്ളൂ. പാറമടകൾ വേണ്ട എന്നുള്ള അഭിപ്രായക്കാരനല്ല ഞാൻ. സെമിനാറിൽ പങ്കെടുത്തവരും അങ്ങനെ ഒരു അഭിപ്രായമുള്ളവരല്ല. പക്ഷേ എവിടെ, എങ്ങനെ, എത്രമാത്രം, ഏതളവിൽ പാറമടയിൽ നിന്ന് പാറയെടുക്കാം, മനുഷ്യവാസമുള്ളതിൻ്റെ എത്ര ദൂരത്തിൽ നിന്നാകാം, ഏതുതരം മെഷീൻ ഉപയോഗിക്കാം, എന്തുതരം സ്ഫോടക വസ്തുക്കൾ ഉപയോഗിക്കാം, അതിൻ്റെ പ്രകമ്പനം എങ്ങനെ കുറയ്ക്കാം, അതിനെ എങ്ങനെ ചിട്ടപ്പെടുത്താം, അത് സ്വകാര്യ മേഖലയിൽ നിന്ന് പൊതുമേഖലയിൽ ഉൾപ്പെടെ കൊണ്ടുപോകുമെന്നുള്ള പ്രഖ്യാപിത നയങ്ങളെ എങ്ങനെ കൂടുതൽ ചർച്ച ചെയ്ത് ബലപ്പെടുത്താം, അങ്ങനെ തുടങ്ങിയ നിരവധി കാര്യങ്ങൾ അതുമായി ബന്ധപ്പെടുത്തി നാം ആലോചിക്കേണ്ടതുണ്ട്. തീർച്ചയായും കേരളത്തിലെ വർദ്ധിച്ചു വരുന്ന വികസന ആവശ്യങ്ങൾക്ക് പാറ ആവശ്യമാണ്. പാറ ആവശ്യമാണെന്ന് പറയുമ്പോൾ പാറയ്ക്ക് ബദലായുള്ള ഉൽപ്പന്നങ്ങളെന്ത്, അതിൻ്റെ അന്വേഷണവും നടക്കേണ്ടതാണ്. മണലും പാറയും തടിയും ഇഷ്ടികയുമുള്ള വീടുകൾ, ധാരാളം ആവശ്യമുള്ള വീടുകൾ, കെട്ടിടങ്ങൾ, നിർമ്മാണ രീതികൾ, നിർമ്മിതികൾ നമുക്കിനി എത്ര കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് പറയുമ്പോൾ ഇത്തരം ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ ബിസിനസ് സാധ്യത ഇല്ലാതാക്കുന്നതിനൊന്നും വേണ്ടിയിട്ടല്ലത് പറയുന്നത്. പക്ഷേ പുതിയ ബിസിനസ് സാധ്യത വരുമ്പോൾ അവർക്കതിലേക്കും മാറാമല്ലോ. ആർട്ടിസ്റ്റുകൾ, ചെറിയൊരു ഉദാഹരണം, ആർട്ടിസ്റ്റുകൾ ചുവരെഴുത്തുകളുമായി പെയിൻ്റ് എഴുത്തുകൾ നടന്നു. അവിടെ നിന്ന് ഫ്ലെക്സിൻ്റെ കാര്യങ്ങൾ വന്നു. വളരെ വേഗത്തിൽ അത് യന്ത്രവൽക്കരിക്കപ്പെട്ടു. ഫ്ലെക്സ് പോയി. ഇപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം തുണിയുമായി കോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ വരുന്നു. അങ്ങനെ അപ്പോൾ അവരവർക്ക് പുതിയ പുതിയ തൊഴിലവസരങ്ങൾ കൂടുകയാണ് ചെയ്യുന്നത്. കാലത്തിനനുസരിച്ചുള്ള മാറ്റം വരുമ്പോൾ പുതിയ തൊഴിലവസരങ്ങൾ കൂടുകയാണ് ചെയ്യുന്നതെന്ന് എല്ലാവരും മനസ്സിലാക്കണം. വ്യാവസായിക അവസരവും തൊഴിലവസരവും കൂടുകയാണ് ചെയ്യുന്നത്. എന്തു തന്നെ ആയിരുന്നാലും നമുക്ക് പാറമടകളുടെ കാര്യത്തിൽ, മണലൂറ്റലിൻ്റെ കാര്യത്തിൽ, ഇഷ്ടിക കൂടുതൽ ഉപയോഗിക്കുന്നതിൻ്റെ കാര്യത്തിലൊക്കെ പുതിയ പുതിയ ചിന്തകളും പ്രവൃത്തികളും നിർമ്മാണ രീതികളും ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ വയനാട് നമുക്ക് എന്താണ് പാഠമായി നൽകുന്നത്? അവിടെ കണ്ട കാഴ്ചകൾ അതിദയനീയമായിരുന്നു, സങ്കടകരമാണ്. രാത്രി ഭക്ഷണം കഴിച്ച് കുടുംബത്തോടൊപ്പം കിടന്നുറങ്ങിയവർ 1 മണിയുടെ ചെറിയ ശബ്ദത്തിൽ തുടങ്ങി വലിയ ശബ്ദത്തിലേക്ക് നീങ്ങുന്ന മഴവെള്ളത്തിൻ്റെയും കാറ്റിൻ്റെയും ഫലമായി ആളുകൾ എങ്ങോട്ട് പോകണമെന്നറിയാതെ ഇറങ്ങി പല വഴിക്ക് ഓടിയിട്ടുണ്ട്. കുറച്ച് പേർ താഴേക്ക് പോയി, അവരെ വെള്ളമെടുത്ത് പോയി, ഞാൻ സൂചിപ്പിച്ചു. കുറച്ച് പേർ മുകളിലേക്ക് കയറി. മലമുകളിലേക്ക് കയറുമ്പോൾ ആനയും മറ്റ് മൃഗങ്ങളുടെ ശബ്ദവുമൊക്കെ അവർക്ക് കേൾക്കാൻ കഴിയുമായിരുന്നു പലർക്കും. അപ്പോൾ എങ്ങനെയാണ് അവർ രക്ഷപ്പെടുക? ഒരു ട്രാപ്പിലകപ്പെട്ടതുപോലെ ഒരു ജനത അവിടെ അപകടത്തിലേക്കായിപ്പോയി. അങ്ങനെ ആകാൻ പാടില്ല. അലർട്ടുകൾ കൊടുക്കുന്നതിൽ തലേ ദിവസം പ്രകൃതി ചില അലർട്ടുകൾ തന്നു. ധാരാളം മഴവെള്ളം, മലയിൽ പെയ്ത മഴയുടെ വെള്ളം കലങ്ങി മറിഞ്ഞ് കുത്തിയെടുത്ത് പുഴകളിലൂടെ പോയി. അപ്പോൾ തന്നെ പലരും പറയുന്നുണ്ടായിരുന്നു, പ്രാദേശിക ആളുകൾ അവിടെ പറഞ്ഞതായി ഞങ്ങളോട് പറഞ്ഞു, ഇത് ഉരുളെടുക്കുകയാണ് മലകളിൽ. പക്ഷെ അവർ 1984 അവസാനമായ ഉരുൾപൊട്ടിയത്. അതുകൊണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായി, പിന്നെ 2018, 19, 20 ചെറിയ ചെറിയ ഉരുൾപൊട്ടലുകളാണ് ഉണ്ടായത്. പിന്നെ പുത്തുമലയിലാണ് ഉരുൾപൊട്ടിയത്. അപ്പോൾ അതൊക്കെ ചെറുതായിരുന്നത് കൊണ്ട്, കുറച്ച് നഷ്ടമുണ്ടാക്കിയത് കൊണ്ട് ഇത്രയും വലിയ ഒരു ഉരുൾ തങ്ങളുടെ മലകളിൽ നിന്ന് വരുമെന്ന് അവരാരും, പാവപ്പെട്ട ജനങ്ങൾ വിശ്വസിച്ചില്ല.
അവർ സുഖമായി ഉറങ്ങി. അവരുടെ ഉറക്കത്തിൽ അവർ കേട്ട ശബ്ദത്തിൽ അവർ ഉണർന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും, ചില കുടുംബങ്ങളിൽ 10ഉം 14ഉം പേരൊക്കെയാണ് നഷ്ടപ്പെട്ടത്. കൂട്ടുകുടുംബമായി താമസിച്ചിരുന്ന ഒരുപാട് ആളുകൾ നഷ്ടപ്പെട്ടു. കുഞ്ഞുങ്ങൾ, മുതിർന്നവർ, സഹോദരിമാർ, സഹോദരന്മാർ, സീനിയർ സിറ്റിസൺസ്, അമ്മമാർ, മാതാപിതാക്കൾ, അങ്ങനെ തുടങ്ങി ധാരാളം ആളുകൾ, ഗർഭിണികൾ, തൊഴിലുള്ളവർ, തൊഴിലില്ലാത്തവർ, പഠിച്ചുകൊണ്ടിരിക്കുന്നവർ, വിവിധ സ്വപ്നങ്ങൾ കണ്ടിട്ടുള്ള നല്ലൊരു വിഭാഗം ജനതയാണ് കൊണ്ടുപോയത്. അവരുടെ ബന്ധുമിത്രാദികൾ ഇനി കുറച്ച് പേരെയാണ് ഉള്ളത്. അപകടത്തിൽപ്പെടാതെ മാറാൻ കഴിഞ്ഞ കുറച്ച് പേരുമുണ്ട്. തീർച്ചയായും അവരെ അതിജീവനത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരണം. അവർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും നാം ചെയ്തു കൊടുക്കണം. അതൊരു വശത്ത് നടക്കുമ്പോൾ വയനാട് നൽകുന്ന എന്താണ് മലയാളി പഠിക്കാനുള്ളത്? കേരളം കടലിൻ്റെ ദാനമാണെന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടാനില്ല. ഇന്ന് കടൽ തീര ശുചീകരണ ദിനത്തിലാണ് ഞാനിത് ഈ വോയിസ് റെക്കോർഡ് ചെയ്യുന്നത്. ചങ്ങനാശ്ശേരിയും ഒരു പരിധിവരെ എരുമേലി അടക്കമുള്ള പ്രദേശങ്ങൾ വരെ കടലായിരുന്നു ഒരു കാലഘട്ടത്തിലെന്ന് ചരിത്രം നമ്മോട് പറയുന്നു. വൈപ്പൻ ദ്വീപ് ഉണ്ടായതും അതുപോലെ കൊടുങ്ങല്ലൂർ നമുക്ക് നഷ്ടപ്പെട്ടതും ഒക്കെ കടലിൻ്റെയും വെള്ളപ്പൊക്കത്തിൻ്റെയും ഒക്കെ പ്രവർത്തന ഫലമായിട്ട് കൂടിയാണ്. ഒരുപാടിടങ്ങളിൽ കടലിറങ്ങിയാണ് കേരളമുണ്ടായത്. പലയിടങ്ങളിലും കടൽ കയറി കടലെടുത്ത് പോയിട്ടുമുണ്ട്. അപ്പോൾ കടൽ കയറിയും കടലിറങ്ങിയും ഉണ്ടായ കേരളത്തിൽ തീരപ്രദേശവും അശാന്തമാവുകയാണ്. അശാന്തമാകുന്ന തീരപ്രദേശവും ആശങ്ക ഉയർത്തുന്ന മലനിരകളുമായി എത്ര കാലം മലയാളിക്ക് മുന്നോട്ട് പോകാനാകും? അതിനിടയിലാണ് മുല്ലപ്പെരിയാർ, ഇടനാട് പ്രദേശത്തെ വെള്ളപ്പൊക്കം, പ്രളയം. ഇതെല്ലാം ഭീതിപ്പെടുത്തുവാൻ പറയുന്നതല്ല. പക്ഷേ കാലം മാറുന്നു, കാലാവസ്ഥ മാറുന്നു. കണിക്കൊന്ന കാലം മാറിപ്പോക്കുന്നു. മയിൽ നാട്ടിലേക്ക് ഇറങ്ങുന്നു. കാട്ടുകുരങ്ങുകളും കാട്ടുപന്നുകളും കാട്ടാനകളും കാടെന്ന ആവാസവസ്ഥയ്ക്ക് വ്യത്യാസമുണ്ടാകുമ്പോൾ നാട്ടിലേക്ക് വരുന്നു. എന്തൊരു പ്രതിസന്ധികളാണ് മുന്നിലുള്ളത്. കടലിലെ മത്തി ചൂട് കാരണം കുറയുന്നു. ഇതാണ് പോക്കെങ്കിൽ 2050 50% പ്ലാസ്റ്റിക്കും മാലിന്യങ്ങളും പിന്നെ 50% മത്സ്യസമ്പത്തും എന്ന നിലയിൽ കടൽ മാറിക്കഴിയും എന്നാണ് ഗവേഷകർ പറയുന്നത്. കടലാണ് നമുക്ക് സമുദ്രമാണ് 75% ഓക്സിജൻ നൽകുന്നതെന്ന് നാം തിരിച്ചറിയണം. തീർച്ചയായും നമ്മുടെ ഓരോ ആവാസവ്യവസ്ഥയും, കാട് മുതൽ കടൽ വരെയുള്ള ആവാസവ്യവസ്ഥകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യത്യാസങ്ങൾ നാം തിരിച്ചറിഞ്ഞേ കഴിയൂ. 1 ഹെക്ടർ സ്വാഭാവിക വനം 32,000 ഘനകിലോമീറ്റർ പ്രദേശത്തെ മഴവെള്ളം ഉൾക്കൊള്ളും. 10 സെൻറ്റ് വയൽ 1,60,000 ലിറ്റർ മഴവെള്ളം ശേഖരിച്ചു വെക്കും. കാവുകൾ നാം നശിപ്പിച്ചു. വെറ്റ്ലാൻഡുകൾ, തണ്ണീർത്തടങ്ങൾ നമുക്ക് ആവശ്യമില്ല. മലകൾ ഒന്നൊന്നായി നാം ഇടിച്ചു നിർത്തുന്നു. മലയിടിച്ച് വയൽ നികത്തി എല്ലാം നിരപ്പാക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് മലയാളി മാറുകയാണ്. ചില കാര്യങ്ങളും കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ സംഭാഷണം അവസാനിപ്പിക്കാം. ഒരു കാലഘട്ടത്തിൽ മലയാളി ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെ പേരിൽ മലകളിൽ കയറിയെങ്കിൽ, കുടിയേറ്റം പ്രോത്സാഹിപ്പിച്ചുവെങ്കിൽ, 70കൾ കഴിഞ്ഞപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പ്രതിവർഷം 1 ലക്ഷം കോടിയിൽ പരം രൂപ നമ്മുടെ നാട്ടിൽ NRI പണമായി എത്തുന്നുണ്ട്. ആ പണവും ശമ്പള പരിഷ്കരണ തുകകളും റബ്ബറിൻ്റെ തുകയും സ്വർണത്തിൻ്റെ തുകയും അനധികൃതമായും അധികൃതമായും ഉണ്ടാകുന്ന സമ്പാദ്യമെല്ലാം ഒരു സംഘം മലയാളിയുടെ കയ്യിൽ നല്ല പണമായി എത്തിയിട്ടുണ്ട്. അവർ നേരായ മാർഗത്തിൽ സമ്പാദിച്ചതുണ്ട്, അനധികൃതമായി ബിനാമി ഇടപാടുകൾ കിട്ടിയതുണ്ട്. എന്തായാലും നമുക്കെല്ലാം നേരായ മാർഗത്തിൽ നിന്ന് വിശ്വസിച്ചുകൊണ്ടെന്ന് തന്നെ പറയട്ടെ. ആ പണം നിക്ഷേപിക്കുവാനുള്ളൊരു സാമൂഹ്യ, രാഷ്ട്രീയ, സാംസ്കാരിക സാഹചര്യം കേരളത്തിൽ ഇല്ലാതെ പോയി. ട്രേഡ് യൂണിയൻ്റെ പ്രശ്നങ്ങളുണ്ട്, പൊളിറ്റിക്കൽ രാഷ്ട്രീയ പാർട്ടികളുടെ സമീപനത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. എന്തിനേറെ പറയുന്നു, ഒരു കുഞ്ഞു സ്ഥാപനം വന്നാൽ ആ സ്ഥാപനത്തെ വളർത്തിയെടുക്കുന്നത് വരെ ശല്യപ്പെടുത്താതിരിക്കുവാൻ സാധാരണ പിരിവുകാർ വരെ സമ്മതിക്കാത്ത സാഹചര്യം കേരളത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു കാലഘട്ടത്തിൽ പണമുള്ളവർ തീർച്ചയായിട്ടും പണം മുടക്കാതെ അവർ പണം സ്വരൂപിച്ചു വെച്ചു. കുറച്ച് പേർ ലോക്കറിൽ വെച്ചു, കുറേ പേർ സ്വർണം വാങ്ങി വെച്ചു. മറ്റൊരു വിഭാഗം ആളുകൾ ധാരാളമായി റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപിച്ചു. അങ്ങനെ 1 ലക്ഷം ആളുകൾ, 80 ലക്ഷത്തോളം വരുന്ന കുടുംബങ്ങൾക്ക് 1,20,00,000 വീട് കേരളത്തിലായി കഴിഞ്ഞു. ധാരാളം. അതേസമയം 4-5 ലക്ഷം ആളുകൾക്ക് വീടില്ല എന്നുള്ള വസ്തുതയും മറുവശത്ത് നിൽക്കുന്നു. എന്നാൽ ധാരാളമായി വീടിലേക്ക് നമ്മൾ നിക്ഷേപിച്ചു, ഷോപ്പിംഗ് കോംപ്ലക്സുകളിലേക്ക് നിക്ഷേപിച്ചു, അടിസ്ഥാന വികസന സൗകര്യങ്ങളിലേക്ക് നിക്ഷേപിച്ചു. അതിനനുസരിച്ച് ഉൽപ്പാദന മേഖലയും കാർഷിക മേഖലയും വികസിക്കുമെന്ന് നാം കരുതി. പക്ഷേ വേണ്ടത്ര വികസിച്ചില്ല. 7 ലക്ഷം ഹെക്ടർ ഉണ്ടായിരുന്ന കൃഷിഭൂമി, വയൽ ഭൂമി 1 ലക്ഷം ഹെക്ടറിലേക്ക് താഴ്ന്നു.
നമ്മുടെ ബഹുവിളകളെല്ലാം ഏകവിളകളായി മാറി മോണോക്രോപ്പിലേക്ക് പോയി. മലനിരകളുടെ ജൈവ വൈവിധ്യം ഇല്ലാതായി. തേയിലയിലേക്കും കാപ്പിയിലേക്കും അതുപോലെ തന്നെ ഏലത്തിലേക്കുമുള്ള ഏകവിളകളിലേക്ക് പോയി. അങ്ങനെ വ്യാപകമായ ഏകവിളവൽക്കരണവും പ്ലാന്റേഷനുകളുടെ പ്രവർത്തനങ്ങളും ഇടനാട് പ്രദേശങ്ങളിലെ വ്യാപകമായ ഭൂമി തരം മാറ്റലും കാർഷിക രീതികളിലുള്ള വ്യത്യാസവും എല്ലാം കൊണ്ട് കൂടി കേരളത്തിലെ കാലാവസ്ഥ മാറിയിട്ടുണ്ട്. ആഗോളതാപനമുണ്ട്, കാലാവസ്ഥാ വ്യതിയാനമുണ്ട്, എന്നാൽ സൂക്ഷ്മ കാലാവസ്ഥയിൽ നമ്മളുടെ ഇടപെടലുകളുമുണ്ട്. ഇവിടെ ഒരു വേർതിരിച്ചറിവിൻ്റെ ചിത്രം നാം ചർച്ച ചെയ്തേ മതിയാകൂ. വയനാട് സന്ദർശനവും വയനാടിൻ്റെ സെമിനാറും നൽകുന്നത് പുതിയ കേരളത്തിൻ്റെ, പുതിയ ഇന്ത്യയുടെ, പുതിയ ലോകത്തിൻ്റെ, പുതിയ ഭൂമിയുടെ സന്ദേശമാണ്. എന്നെപ്പോലുള്ളവരെ അതാണ് ആകർഷിക്കുന്നത്. തീർച്ചയായും മലയാളി മാറി ചിന്തിക്കണം. നമ്മുടെ കൃഷിരീതികൾ, നമ്മുടെ കെട്ടിട നിർമ്മാണ രീതികൾ, അതിനുപയോഗിക്കുന്ന വസ്തുക്കൾ, അതിൻ്റെ മാതൃകകൾ, ഡിസൈനുകൾ, മാലിന്യം സംസ്കരണം ചെയ്യുന്നതിലുള്ള അലംഭാവം, അശാസ്ത്രീയത, ഇവയെല്ലാം നാം ചർച്ച ചെയ്തേ കഴിയൂ. തീർച്ചയായും സൂര്യപ്രകാശത്തിൻ്റെ ഏറ്റവും കൂടുതൽ കിട്ടുന്നൊരു പ്രദേശം, ഭൂമധ്യരേഖയിൽ നിന്ന് 8 ഡിഗ്രിക്കും 10 ഡിഗ്രിക്കും ഇടയ്ക്ക് കിടക്കുന്നൊരു ഭൂപ്രദേശം, പടിഞ്ഞാറ് വശത്ത് കടൽ, കിഴക്കൻ ഭാഗത്ത് വലിയ മലനിരകൾ, 44 നദികൾ, ആയിരക്കണക്കിന് ജലസ്രോതസ്സുകൾ, ഇത്രമാത്രം വൈവിധ്യമുള്ള, സൂക്ഷ്മതലത്തിൽ പോലും ചരിവിന് ഇത്രമാത്രം വ്യത്യാസമുള്ള ഒരു ഭൂപ്രദേശവും ഈ ഭൂമിയിലില്ല. അതുകൊണ്ട് തന്നെ മറ്റൊരു ലോകത്തെ പോയി മാതൃകയാക്കിയിട്ട് കണ്ടുപഠിച്ചിട്ട് കേരളത്തിൽ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിക്കുന്നത് മൗഢ്യമാണ്, വിഡ്ഢിത്തമാണ്. നമ്മുടെ ഇവിടുത്തെ വിദേശ രാജ്യങ്ങളിലുള്ള എക്സ്പേർട്ടുകളെ കൊണ്ടുവന്നോളൂ, അവർ വരട്ടെ. പ്രാദേശികമായിട്ടുള്ള ജനങ്ങളുടെ അനുഭവ സമ്പത്തും പ്രാദേശികമായി പ്രവർത്തിക്കുന്ന ഗവേഷണ സ്ഥാപനങ്ങളിലുള്ളവരും ശാസ്ത്ര സമൂഹവും ലോക്കൽ എക്സ്പെർട്ടൈസും ലോക്കൽ നോളജും എല്ലാം ചേർത്ത് പുതിയ അനുഭവങ്ങളുടെ ഒരു കേരളം തീർത്തെടുക്കേണ്ടതുണ്ട്. അങ്ങനെ തീർക്കുമ്പോൾ പ്രകൃതിക്ക്, പരിസ്ഥിതിക്ക് വലിയ പ്രാധാന്യം നാം കൊടുക്കണം. തീർച്ചയായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അശാന്തമാകുന്ന തീരങ്ങളും ആശങ്കകൾ ഉയർത്തുന്ന മലനിരകളും ഇവയ്ക്കിടയിൽ കിടക്കുന്ന വെള്ളപ്പൊക്കവും പ്രളയവും ഭീഷണിയിൽ നേരിടുന്ന ഇടനാടുമൊക്കെ നമ്മോട് ഒരുപാട് കാര്യങ്ങൾ 2015 മുതൽ 16 വരൾച്ചയുടെ രൂപത്തിൽ, 17 വരൾച്ചയുടെ രൂപത്തിൽ, 18 പ്രളയത്തിൻ്റെ രൂപത്തിൽ, തുടർന്നിങ്ങോട്ട് ഉരുൾപൊട്ടലുകളുടെ, പ്രളയത്തിൻ്റെ, വരൾച്ചയുടെ രൂപത്തിൽ നമ്മോട് പലതും പറയുകയാണ്. ആ പറച്ചിലുകൾ നാം കേൾക്കണം. ഇത് പ്രകൃതിയുടെ ശബ്ദമാണ്, പ്രകൃതിയുടെ താളമാണ്. നാം ഇത് തിരിച്ചറിഞ്ഞേ കഴിയൂ. ആബാലവൃത്ത ജനങ്ങളും എല്ലാവരും വികസനത്തെ പുനർനിർവചിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കണം. പുതിയൊരു ശീലം നമുക്ക് ആവശ്യമുണ്ട്. പ്രകൃതിയെക്കൂടി അറിയുന്ന, പരിസ്ഥിതിയെക്കൂടി സംരക്ഷിക്കുന്ന പുതിയ മാനവരായി മലയാളി മാറിയേ കഴിയൂ. അത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്, തലമുറകളുടെ നിലനിൽപ്പിനത് ആവശ്യമാണ്. വയനാട് ജനതയോടൊപ്പമാണ് നാം എന്ന് പറയുമ്പോൾ തന്നെ വയനാടിനെ പുനഃസൃഷ്ടിക്കപ്പെടണം. അങ്ങനെ പുനഃസൃഷ്ടിക്കുന്ന വയനാട് പുതിയൊരു പാരിസ്ഥിതിക സൗഹൃദമായി ഒന്നാകണം, പ്രകൃതിക്കിണങ്ങുന്ന ഒന്നായി മാറണം. അത് വയനാടിന് മാത്രം ബാധകമല്ല, കേരളത്തിലെ മലനിരകൾക്കും, അത് ഇടുക്കിക്കായാലും പാലക്കാടിനായാലും നിലമ്പൂരിനായാലും മലപ്പുറത്തിനായാലും തിരുവനന്തപുരത്തിനായാലും അഗസ്ത്യമലയ്ക്കായാലും സഹ്യാദ്രി മൊത്തമായാലും പശ്ചിമഘട്ട മലനിരകൾക്കൊന്നാകെയായാലും അത് വലിയ രീതിയിൽ ബാധകമാണ്. തീരദേശങ്ങൾക്ക് മറ്റൊരു തലത്തിലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ട്, അതും നാം ചർച്ച ചെയ്യപ്പെടണം. ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടല്ലാതെ, ഇവയ്ക്ക് പരിഹാരമുണ്ടാക്കിക്കൊണ്ടല്ലാതെ തീർച്ചയായും കേരളത്തിൻ്റെ ഭാവി ശോഭനമാക്കുവാൻ കഴിയുകയില്ല. അതിനുള്ള നയപരമായ കാര്യങ്ങളുണ്ടാകട്ടെ, അതിനുള്ള ചട്ടങ്ങളും നിയമങ്ങളും ജീവിത രീതികളും നിർമ്മാണ പ്രവർത്തികളും എല്ലാം ഉണ്ടാവുകയും പുതിയൊരു കാർഷിക രീതി, പുതിയൊരു വ്യവസായ രീതി, പുതിയ കെട്ടിട നിർമ്മാണ രീതികൾ, പുതിയ റോഡ് നിർമ്മാണ ചട്ടങ്ങൾ, നിയമങ്ങൾ, രീതികൾ, ഡിസൈനുകൾ എല്ലാം ഉണ്ടാകണം. അങ്ങനെയുള്ളൊരു പുതിയ കേരളത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അതാണ് കാലഘട്ടത്തിൻ്റെ ആവശ്യം. ആ സന്ദേശവും ഉൾക്കൊണ്ടുകൊണ്ടാണ് വയനാടൻ മലനിരകളുടെ ചുരമിറങ്ങിയത് താമരശ്ശേരി വഴി തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിച്ചത്. എല്ലാവർക്കും നന്ദി.